السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ, നമുക്ക് വളരെയധികം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും അവസരം നൽകിയ ഒരു സുദിനമായിരുന്നു 2017 ജനുവരി 30 അഥവാ ലോകോത്തര വിജ്ഞാന മഹോത്സവത്തിന്റെ സുന്ദര നഗരമായ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹൽ സ്ഥാപനത്തിന്റെ അങ്ങോട്ട് കടക്കാനുള്ള പ്രവേശന കവാടത്തിന്റെ ഒരു സമുദ്ഘാടന ദിവസമായിരുന്നു ആ സുദിനത്തിൽ. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആ മർക്കസിന്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ഗേറ്റിന് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ട AP ഉസ്താദുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഏത് ലളിത പ്രശ്നങ്ങളും കാര്യങ്ങളുമാണെങ്കിൽ പോലും അത് ലോകത്തിന് മുമ്പിൽ വലിയ വലിയ ചർച്ചയും പ്രശ്നങ്ങളുമായി വരികയാണ്. ഇത് തന്നെയാണ് എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ മഹത്തായ പ്രകടനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അത്. ഒരു സ്ഥാപനത്തിന് ഒരു ഗേറ്റ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു മഹത്തായ ഒരു സംവിധാനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ സാഗരമാണ് എങ്കിൽ, അതിന്റെ പട്ടണമാണ് എങ്കിൽ, ആ പട്ടണത്തിലേക്ക് ചെന്നെത്താനുള്ള ഗേറ്റാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്ന്. അപ്പോൾ വിജ്ഞാനവും ആ വിജ്ഞാനത്തിലേക്കുള്ള ഗേറ്റിനുമെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മർക്കസു സഖാഫത്തി സുന്നിയയുടെ രൂപീകരണത്തിന് മുമ്പുള്ള ചരിത്ര പശ്ചാത്തലത്തെയാണ്. നമ്മുടെ രാജ്യത്ത് താമസിച്ചിരുന്ന എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരെ കൊണ്ടും അതുപോലെ ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടും മാത്രമേ രാജ്യത്തെ എന്തെങ്കിലും പരിവർത്തനാത്മകമായ മാറ്റങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ മരവിപ്പിച്ചിരുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഈ സമൂഹത്തിന്റെ സമുജ്ജലമായ ജീവാത്മാവായിട്ട് രംഗത്ത് വന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഏകദേശം 40 വർഷത്തിന്റെ മുമ്പ് 35 വർഷത്തിന്റെ മുമ്പായി കൊണ്ട് അവർ തീരുമാനമെടുക്കുകയാണ് 1 കോടിക്ക് സുന്നി കൈരളിക്ക് വലിയ ഒരു സ്ഥാപന സമുച്ചയം എന്നുള്ളത്. 1 കോടി എന്ന് പറയുന്നത് അന്നത്തെ ചർച്ചയിൽ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ അന്നത്തെ റേറ്റിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പരസ്യം വന്നപ്പോൾ ഒരു 10 രൂപ പോലും അല്ലെങ്കിൽ 100 രൂപ പോലും സ്വന്തം സമ്പാദിച്ചുകൊണ്ട് കൊണ്ടുള്ള പണ്ഡിതന്മാരോ മറ്റോ ഇല്ല എന്ന് വിലയിരുത്തപ്പെട്ട് അല്ലെങ്കിൽ കഴിവുപോലും അറിയിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു സുപ്രഭാതത്തിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു 1 കോടി കൊണ്ട് സുന്നി കൈരളിക്ക് ഒരു സ്ഥാപന സമുച്ചയമെന്ന്. അന്ന് എല്ലാവരും അത് പുച്ഛിച്ചു തള്ളി. ഈ പണ്ഡിതന്മാർക്ക് എവിടെ നിന്നൊരു കോടി ഒപ്പിക്കാനാണ്, അതൊക്കെ വെറും സങ്കല്പമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവഗണിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പത്രക്കാരും എല്ലാ ബുദ്ധിജീവികളെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഭൗതികന്മാരായ ആളുകളൊക്കെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാന്തിക ശക്തിയുള്ള കാന്തവലയ എല്ലാവിധ ചാരുതയുമുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അതേ സ്വഭാവത്തിലും അതേ ശൈലിയിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുമാണ് എന്നുള്ള ആ വസ്തുത വിലയിരുത്തുന്നതിൽ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ പേച്ചുപോയി. അതുകൊണ്ട് തന്നെ അന്ന് 1 കോടിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് അചിന്ത്യമായി ഈ രാജ്യത്തുള്ള ജനങ്ങൾ വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥാപനത്തിലേക്ക് കടക്കുന്ന ഗേറ്റിന് 1 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. അതിൽ 3 ലക്ഷം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 കോടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാപനത്തിലേക്കുള്ള ഗേറ്റ് പോലും 1 കോടിക്ക് ഉണ്ടാക്കേണ്ട ഒരു അഭൂതപൂർവമായ വളർച്ചയാണ് ഈ സ്ഥാപനത്തിന് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഗേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും നടന്നു. പലപ്പോഴും യതീം കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പണമെടുത്തുകൊണ്ട് വലിയ ഗേറ്റുകൾ ഉണ്ടാക്കുകയാണോ, കോടിയുടെ ഗേറ്റ് ഉണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ യതീം കുട്ടികൾക്ക് പിരിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഇങ്ങനെയുള്ള ദൂർത്തടിക്കുകയാണോ, അതുപോലെ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുകയാണോ? ഇതൊക്കെ ദൂർത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണ്ഡിതനെയും ആ പണ്ഡിത സമൂഹത്തെയും ആ പണ്ഡിത സഭയെയും തേജോവധം ചെയ്യാൻ വേണ്ടി
ഇവിടെയുള്ള എല്ലാവിധ കൂട്ടുകക്ഷികളും കൂടി ശക്തമായ ശ്രമങ്ങൾ നടത്തിയ ഒരു സാഹചര്യം നമുക്കറിയാം. എന്നാൽ ഇത് സുതാര്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. മർക്കസിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് യൂസുഫ് അലി സാഹിബ് ഏറ്റെടുത്തി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ് മർക്കസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്. എന്നിട്ട് പോലും ആ 1 കോടി രൂപ ഒരു പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഒരാളെ ഏൽപ്പിച്ച പദ്ധതിന് അതിനേക്കാളും എത്രമാത്രം പുരോഗതിയുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും ആ പദ്ധതിക്ക് തന്നെ ചെലവാക്കണം. നമ്മൾ എന്തിനെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ അത് ചെലവാക്കണം. അതായത് ഇപ്പോൾ ഒരാൾക്ക് സംഭാവനയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കണം. അത് അതിനേക്കാളും വലിയതായിട്ട് ഒരു പള്ളിപ്പണി അവിടെ നടക്കുന്നുണ്ട്, ആ പള്ളിക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ പറ്റില്ല. കാരണം ശറഈന് ഓരോന്നിനും ഓരോ വീക്ഷണമുണ്ട്. ഏതായാലും ചർച്ചയാക്കേണ്ട കാര്യമായിരുന്നില്ല അത്. എങ്കിലും ചേളാരി കമ്പനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിടെ സൃഷ്ടിച്ചു വിട്ടത് കൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കാൻ അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവരതും ചർച്ചയാക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സമൂഹത്തിന്റെ സമയവും അവരുടെ ശബ്ദവും അവരുടെ മലക്കുകൾക്ക് ജോലിയും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വേണ്ടാത്ത ചർച്ചകളിലേക്ക് അതും കൊണ്ടുപോയി ഒരാൾ ഏറ്റെടുത്ത പരിപാടി നടപ്പിലാക്കുന്നതിനെതിരെയുള്ള ഭഗീരഥമായ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനുള്ള കുറെ ശ്രമങ്ങൾ പോലും അവർ നടത്തി നോക്കിയെങ്കിലും ആ നടത്തുന്ന വ്യക്തിയും ഇതുപോലെ കാന്തവലയമുള്ള ഒരാളാണ് എന്നും അദ്ദേഹത്തിന്റെ ആജ്ഞാശേഷിക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് മുമ്പിൽ ഒന്നും പുരോഗമിക്കാൻ കഴിയില്ല എന്നുള്ളതും ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നതും കേരളീയ ചരിത്രം ആസ്വദിച്ച് മനസ്സിലാക്കിയതുമാണ് എന്നതിനാൽ അവരുടേതായ പരിപ്പ് അവിടെയും വിലപ്പോവാതെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് ഒരു ഗേറ്റ് അത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു മുമ്പിലും ആ ഗേറ്റ് അവിടെ വന്നാൽ തന്നെ ആ ഗേറ്റിന്റെ പ്രൗഢിയും അതിന്റെ ആ പവറും കണ്ടാൽ തന്നെ ഇന്ന് ലോകത്തുള്ള ഏതൊരു ഗേറ്റിനേക്കാളും മികച്ചു വെക്കുന്ന എല്ലാവിധ കലാപണികളും ഒരു വിജ്ഞാനത്തിന്റെ സാഗരമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുടെ അട്ടിക്കട്ടിയായ കെട്ടുകൾ കിടക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഗേറ്റ് നോക്കിയാൽ തന്നെ ഇത് എന്തോ വലിയ ഒരു സർവകലാശാലയാണ് എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെയുള്ളൊരു ഗേറ്റ് ഒരു വിജ്ഞാനശാലയ്ക്ക് മുമ്പ് ലോകത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അത്രയ്ക്കും വളരെയധികം ബുദ്ധിപരമായി അതിന്റെ ഗേറ്റിന്റെ രൂപകൽപ്പന പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ ക്രാന്തമായ കാന്തിശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം പവറോടുകൂടെ സ്ഥാപിക്കപ്പെട്ട ആ ഗേറ്റ് അവിടെ നിലവിൽ വന്നിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ഗേറ്റ് വന്നാൽ അതും AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിത്വത്തിനൊരു തിളക്കമാകും. 40 കോടിയുടെ ഷാറ മുബാറക്ക് ഷാറുൽ ആസാർ പള്ളി വന്നാൽ അതും അദ്ദേഹത്തിന്റെ ചരിത്രത്തിന് ഒരു മികവാകും. അത് തകർക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങിയ ചേളാരി കമ്പനി മുക്കൂട്ട് കമ്പനികളുടെ കൂട്ടുകെട്ടുകൾ മുഴുവനും കൂടി ഭഗീര പരിശ്രമം നടത്തി അവിടെ ഗേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന ആ വഴി അവർ മുടക്കി. ആ വഴി മുടക്കിയിട്ട് എന്നിട്ടെങ്കിലും ഈ ഗേറ്റ് ഒന്നും ഇല്ലാതിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ് ഏതായാലും ഒരാൾ ഏറ്റെടുത്തതാണ്. അത് ഉണ്ടാക്കൽ നിർബന്ധവുമാണ്. ഗേറ്റ് അത്യാവശ്യവുമാണ്. വലിയൊരു സ്ഥാപന സമുച്ചയത്തിന് ഒരു ഗേറ്റ് ഇല്ല, അങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴി അർഹമായ രീതിയിലില്ല എന്ന് പറയുന്നത് വളരെയധികം വിരോധാഭാസമാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ് എന്ന് സുന്നിയാടികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഉസ്താദിന് വിശേഷിച്ച്. അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം സ്ഥലം തരാമെന്ന് റോഡ് ഏറ്റ ആളുകൾ അത് പിൻവലിയുകയും അവരെ ഉള്ളിലൂടെ തിരിപ്പിച്ച് നമ്മുടെ നോളജ് സിറ്റിക്കും മറ്റുമൊക്കെ സ്റ്റേ കൊണ്ടുവന്ന ആളുകളും അദ്ദേഹത്തിന്റെ പിണയാടുകളൊക്കെ ഇവിടെ രാജ്യത്തെ വരസുന്ന സമയമാണല്ലോ. അദ്ദേഹത്തിനെ കൊണ്ട് പ്രകോപനങ്ങളും നടത്തിപ്പിച്ച് ആ ഭൂമി അദ്ദേഹത്തിനെ കൊണ്ട് അനുവദിപ്പിക്കാത്ത രീതിയിലാക്കി ഗേറ്റ് ഇല്ലാതെയാക്കാനുള്ള ഭഗീര ശ്രമം അവർ നടത്തി. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അതിനുവേണ്ടിയും ഒരു പരിഹാരം കണ്ടു. അങ്ങനെ അവസാനം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പഴയകാല കെട്ടിടമാകുന്ന സ്കൂള് പൊളിച്ച് ആ ഭാഗത്തിലൂടെയാണ് ഗേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അങ്ങോട്ട് വഴി കൊടുക്കുന്ന ഭാഗത്തിലൂടെയാണ് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സ്ഥാപിച്ചു. അങ്ങനെ അതിന്റെ പേരിൽ ആ സ്കൂൾ കെട്ടിടം പൊളിക്കേണ്ടി വന്നു. ഇതും ഒരു ദുരന്തമായ അനുഭവമാണ്. ഒരാൾ തന്നിരുന്നൊരു വഴി, ആ വഴിയിലൂടെ ആ ഗേറ്റ് അനുവദിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനം പൊളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അതുപോലും ഈ ചേളാരി കമ്പനിയുടെ കുത്തിത്തിരിപ്പുകാരായ ആളുകൾ അനുവദിച്ചില്ല. ആ ഭൂമി തന്ന ആളെ കൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ഫുൾ ടൗസർ കൊടുന്നുകൊണ്ട് നിരത്തി എന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും ശരി, അങ്ങനെയുള്ള ഒരു ശ്രമം അവർ നടത്തി പരിപാടി അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ച് അവർ വിശ്രമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മാർഗമില്ലാത്തത് കൊണ്ട് പഴയ സ്ഥാപനമാകുന്ന സ്കൂൾ പൊളിക്കേണ്ടി വന്നു. അങ്ങനെ പൊളിച്ചിട്ടാണ് അവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിച്ചുവെങ്കിൽ ആ സ്കൂള് പൊളിച്ചിട്ടാണ് ഈ ഗേറ്റ് സ്ഥാപിച്ചത് എന്ന് ബഹുമാനപ്പെട്ട MA യൂസുഫ് അലിയോട് പറഞ്ഞ സമയത്ത് തന്നെ
അതിനും കാരണക്കാരൻ ഞാനായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പൊളിച്ച സ്കൂള് എല്ലാ പ്രൗഢിയോടെയും കൂടെ 1.5 കോടി രൂപയ്ക്ക് പുനഃസ്ഥാപിക്കാനുള്ള ചെലവും ഞാൻ വഹിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഏറ്റെടുത്ത് പ്രഖ്യാപനം നടത്തി ആ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് എന്ന വസ്തുത. സഹോദരന്മാരെ, പിന്നെ എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു വിദ്വാൻ ഇപ്പോൾ ആ ഗേറ്റിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്, അതിന്റെ മതിലുള്ളത് കിതാബിന്റെ രൂപത്തിൽ ആകൃതിയിലുള്ളതാണ്. അപ്പൊ അതിന്റെ മേൽ വെക്കൽ അദബുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫത്വ ഇറക്കിയിട്ടുണ്ട്. കുറെ കുരുവട്ടേരി ഫത്വകളൊക്കെ ഇറക്കി ജനമനസ്സുകളുടെ വൈരുദ്ധ്യം, സ്വന്തം വാദങ്ങൾക്ക് സ്വന്തം തന്നെ മറുപടി പറഞ്ഞ് പരിഹാസ്യനായി എളിഭ്യനായി അവസാനം മാളത്തിലൊളിച്ച് പിന്നീട് ഇറങ്ങി വന്ന് സ്വന്തം മേൽവിലാസത്തിൽ നിന്ന് പ്രശമിക്കുന്ന ഒരു വിദ്വാൻ ഇങ്ങനെ വലിയ വലിയ ആശയങ്ങളൊക്കെയാണ് ഇപ്പോൾ പണ്ഡിത സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഉസ്താദിനെയാണ് പഠിപ്പിക്കുന്നത്, സുലൈമാൻ ഉസ്താദിനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെയുള്ള മറ്റു പണ്ഡിതന്മാരെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. കിതാബിന്റെ മോഡൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നതിനെ കുറിച്ചൊക്കെ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. കിതാബിന്റെ മോഡൽ മാത്രമാണോ അത്? ഒരു വിജ്ഞാന ഓരോന്നിനും ഓരോ മുഖദ്ദിമ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. കിതാബിന്റെ തുടക്കത്തിൽ ആ കിതാബിൽ പറയുന്ന ആശയത്തിനോടനുബന്ധമായി ഒരു ആമുഖം പറയുക എന്നുള്ളത്, ആ കിതാബിൽ എന്താണോ പറയുന്നത് ആ വിഷയങ്ങളോട് യോജിച്ച രീതിയിൽ ഒരു ആമുഖത്തിൽ അതിനെക്കുറിച്ചൊരു സൂചന, ബറാഅത്തുൽ ഇസ്തിഹ്ലാലി എന്ന് പറയും അതിനൊക്കെ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു വിജ്ഞാന ശാഖരത്തിലേക്ക് കടക്കുന്ന ഗേറ്റിന് ആ സ്ഥാപനത്തിലുണ്ടാകുന്ന വിജ്ഞാനത്തിന്റെ ഒരു പ്രതീകത്തിന്റെ ഒരു ചിഹ്നം ഗേറ്റിന് വെച്ചത് അപവാദമായി പ്രചരിപ്പിക്കുന്ന ഇവന്മാർ ദീനിൽ തെളിവ് കൊണ്ടുവരട്ടെ, ഇങ്ങനെ ചെയ്യലൊക്കെ അദബുകേടാണ് അല്ലെങ്കിൽ ശറഈന് വിരുദ്ധമാണ് എന്നുള്ളത്. പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മേൽവിലാസത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഇത്തരം വിവരം കെട്ട വിവരദോഷികളുടെ എല്ലാ ജൽപ്പനങ്ങളും സുന്നി ലോകം അവഗണിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ഇവിടെ ചേളാരി കമ്പനികൾ നമുക്ക് എതിരായിക്കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ആ സ്കൂളിന്റെ പഴയ കെട്ടിടം തന്നെ അവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചേളാരി കമ്പനികൾ നമ്മുടെ എനർജിക്ക് ആവശ്യമാണ്. അവരെങ്ങാനും നമുക്കെതിരെ എന്തെങ്കിലും പറയാതെയോ പ്രവർത്തിക്കാതെയോ ഇരുന്നാൽ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ എനർജി വിനിയോഗിക്കാനുള്ള ഒരു ഊർജ്ജസ്വത നമുക്ക് കൈവരണമെങ്കിൽ ഇത്തരം എതിരാളികൾ നമുക്ക് മുമ്പിൽ വട്ടമിട്ട് പറക്കുകയും നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെ തകർക്കാനും തളർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുമ്പോഴാണ് നമ്മുടെ ശക്തിയും മികവുമെല്ലാം ലോകത്ത് പുറത്തു വരുന്നത്. അതിനുള്ള ഒരു വിഭാഗമായി അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒരു സംവിധാനമാണ് ചേളാരി കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ശരി, അവർ നല്ല കാര്യങ്ങൾ മുഴുവൻ മുടക്കാൻ ശ്രമിച്ചുവെങ്കിലും നമുക്ക് അതുകൊണ്ടുണ്ടായത് പഴയ സ്ഥാപനം മാറ്റി പുതിയ സ്ഥാപനം കിട്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചേളാരികളെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് ചേളാരി കമ്പനിയിൽപ്പെട്ട ഏത് പണ്ഡിതന്മാരുടെയും ദീർഘായുസിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി വരിക. അതിനുവേണ്ടി ഒരു എനർജി നൽകുന്ന ഒരു കമ്പനി എന്ന നിലക്ക് നിങ്ങൾ എപ്പോഴും അവിടെ നിലനിൽക്കണം. അത് ഞങ്ങളുടേതായ ഒരു പുരോഗതിയുടെയും അത്യാവശ്യ ഘടകമാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നോളജ് സിറ്റിക്ക് വേണ്ടി സ്റ്റേ കൊടുത്ത ആൾക്ക് പോലും ഞങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയ വിശാലമായ മനസ്കരയുള്ളവരാണ് ഞങ്ങൾ. അപ്പൊ ഇതൊക്കെ വെറുതെ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കരുത്. ദീനിനു വേണ്ടി സേവനം ചെയ്യുമ്പോൾ അള്ളാഹു ഒരു വഴി നിങ്ങൾ മുടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറ്റൊരു വഴി തുറന്നു തരും. അത് വിശ്വാസികളോട് മുമ്പ് തന്നെ അള്ളാഹു ഖുർആനിലൂടെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ അള്ളാഹു ഇനിയും നിലനിർത്തി അവരുടെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമാക്കുവാനും മറ്റും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു കാണുന്നുണ്ട്. അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് ചേളാരി കമ്പനികൾ സൂക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടല്ല നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള പ്രതിഫലം എങ്ങനെയാണോ ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് ഉണ്ടാകും എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. എന്ത് പ്രവർത്തിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹദറത്തിലേക്ക് മടങ്ങാനുള്ളവരാണ് എല്ലാം എന്ന ആ ഒരു ശൈലി നമുക്കുണ്ടാവണം. നിങ്ങൾ എല്ലാ കാലവും ഒരു വ്യക്തിയെയും ആ പ്രസ്ഥാനത്തെയും വട്ടമിട്ട് പറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുവാനും
പൊതുജനമധ്യത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അപഹാസ്യനാക്കി അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും മുടക്കി മൂലക്കിരുത്താനുമെല്ലാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അതൊന്നും അനുവദിക്കപ്പെടുകയില്ല. സുന്നി കുട്ടികൾ ഉണർന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങളുടെ കുത്സിതമായ ഏത് ശ്രമങ്ങളെതിരെയും ആ ശ്രമങ്ങൾക്കെതിരെയെല്ലാം ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ പിന്നണി ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്ന വസ്തുത ഈ ലോകത്തുള്ള ചേളാരിയും കൂട്ടു കമ്പനികളും അവരുടെ പാദസേവകരുമെല്ലാം മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് നിങ്ങൾ ഒരു വഴി മുടക്കിയാൽ അതിനേക്കാളും പുരോഗതിയുള്ള ഒരു വഴി ഞങ്ങൾക്ക് അള്ളാഹു തുറന്നു തരും. നിങ്ങളൊരു സ്ഥാപനം പൊളിക്കുവാൻ കാരണമാണെങ്കിൽ അതിനേക്കാൾ 10 ഡബിൾ പുരോഗതിയുള്ള ഒരു സ്ഥാപനം മുടക്കുവാൻ വേണ്ടി സ്ഥാപനം സ്ഥാപിക്കുവാൻ അള്ളാഹു ഞങ്ങൾക്ക് വഴി തുറന്നു തരും. അതിനുള്ള ഒരു അവസരത്തിന്റെ ഒരു തിക്തോദാഹരണമാണ് ഇനി മർക്കസിൽ അടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുക. നിങ്ങളെല്ലാവരും യൂസുഫ് അലിനെ കൊണ്ടോ മറ്റോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും ഞങ്ങൾ ആ സ്കൂളും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നാണ് അത് സംബന്ധമായി ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നാവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളും പിന്തിരിപ്പൻ നയങ്ങളും അവസാനിപ്പിച്ച് നിങ്ങളുടെ ആഖിറത്തിന് കൂടി പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും അധ്വാനിക്കണമെന്നാണ് നിങ്ങളുടെ കൂടി ഒരു ഗുണകാംക്ഷികൾ എന്ന നിലക്ക് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾ ആരും നശിച്ചു പോകണമെന്നോ നിങ്ങളുടെ ആക്ഷിബത്ത് മോശമാകണമെന്നോ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടണമെന്നോ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ ചിന്തിക്കുകയില്ല. കാരണം നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ഓരോരുത്തരെ കുറിച്ചും മരിക്കുന്ന സമയത്തും മരണത്തിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉള്ളാൾത്തങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വിലയിരുത്തിയ കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളിൽപ്പെട്ട ഒരു കുട്ടി പോലും നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുമ്പോഴോ നിങ്ങൾക്കെതിരായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലോ മരിച്ചതിന് ശേഷമോ നിങ്ങൾ മോശമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. കാരണം ഞങ്ങളുടെ മനസ്സ് വിശാലമാണ്. അതുപോലെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പണ്ഡിതന്മാർ എത്രയോ ആളുകൾ മരണപ്പെടാറുണ്ട്. നിങ്ങളുടെ ഒരുമിച്ച് കൂടുന്ന മയ്യിത്ത് സംസ്കാരത്തിന്റെ ഏതെങ്കിലും വേദികളിൽ നമ്മുടെ പണ്ഡിതന്മാരോ നേതാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ മയ്യിത്ത് സംസ്കരിക്കാൻ നിങ്ങൾക്ക് ഒരു ചുരുങ്ങിയ ഒരു വിശാലതയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതേസമയം നിങ്ങളിൽപ്പെട്ട ഒരു പ്രാദേശിക നേതാവ് മരണപ്പെട്ടാൽ പോലും ഞങ്ങളുടേതായ മയ്യിത്ത് നിസ്കാരത്തിന്റെ വേദികളിൽ അദ്ദേഹത്തിന്റെ പേര് ഒരാളല്ലെങ്കിൽ മറ്റാൾ പറഞ്ഞ് ഓർമ്മയാക്കി നിസ്കരിപ്പിക്കും. ഇതെന്താണ്? ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയും ശുദ്ധിയുമാണ്. ആ ശുദ്ധി നിങ്ങൾ കൂടെ നേടിയെടുത്ത് നമ്മളെല്ലാവരും ഒരേ മനസ്സുള്ളവരായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാന്താവിൽ പൊട്ടും മുറിവുമില്ലാതെ വളവും തിരിവുമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജ്ജസ്വലത നിങ്ങൾ ഞങ്ങളോടൊപ്പം കാണിക്കണം. അതിനുവേണ്ടി വൈകാട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല കാലത്തിന് നിയോഗിച്ചു തന്ന ഏറ്റവും വലിയ അർത്ഥവത്തായ നേതൃത്വത്തിന്റെ ഒരു ദൂതനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എന്ന വസ്തുത ചേളാരികളെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭഗീരഥമായ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനുള്ള കുറെ ശ്രമങ്ങൾ പോലും അവർ നടത്തി നോക്കിയെങ്കിലും ആ നടത്തുന്ന വ്യക്തിയും ഇതുപോലെ കാന്തവലയമുള്ള ഒരാളാണ് എന്നും അദ്ദേഹത്തിന്റെ ആജ്ഞാശേഷിക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് മുമ്പിൽ ഇവന്മാർക്കൊന്നും ഒന്നും പുരോഗമിക്കാൻ കഴിയില്ല എന്നുള്ളതും ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നതും കേരളീയ ചരിത്രം ആസ്വദിച്ച് മനസ്സിലാക്കിയതുമാണ് എന്നതിനാൽ അവരുടേതായ പരിപ്പ് അവിടെയും വിലപ്പോവാതെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് ഒരു ഗേറ്റ് അത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു മുമ്പിലും ആ ഗേറ്റ് അവിടെ വന്നാൽ തന്നെ ആ ഗേറ്റിന്റെ പ്രൗഢിയും അതിന്റെ ആ പവറും കണ്ടാൽ തന്നെ ഇന്ന് ലോകത്തുള്ള ഏതൊരു ഗേറ്റിനേക്കാളും മികച്ചു വെക്കുന്ന എല്ലാവിധ കലാപണികളും ഒരു വിജ്ഞാനത്തിന്റെ സാഗരമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുടെ അട്ടിക്കട്ടിയായ കെട്ടുകൾ കിടക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഗേറ്റ് നോക്കിയാൽ തന്നെ ഇതെന്തോ വലിയ ഒരു സർവകലാശാലയാണ് എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെയുള്ളൊരു ഗേറ്റ് ഒരു വിജ്ഞാനശാലയ്ക്ക് മുമ്പ് ലോകത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അത്രയ്ക്കും വളരെയധികം ബുദ്ധിപരമായി അതിന്റെ ഗേറ്റിന്റെ രൂപകൽപ്പന പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ ക്രാന്തമായ കാന്തിശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം പവറോടുകൂടെ സ്ഥാപിക്കപ്പെട്ട ആ ഗേറ്റ് അവിടെ നിലവിൽ വന്നിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ഗേറ്റ് വന്നാൽ അതും എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിത്വത്തിനൊരു തിളക്കമാകും. 40 കോടിയുടെ ഷാറ മുബാറക്ക് ഷാറുൽ ആസാർ പള്ളി വന്നാൽ അതും അദ്ദേഹത്തിന്റെ ചരിത്രത്തിന് ഒരു മികവാകും. അത് തകർക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങിയ ചേളാരി കമ്പനി മുക്കൂട്ട് കമ്പനികളുടെ കൂട്ടുകെട്ടുകൾ മുഴുവനും കൂടി ഭഗീര പരിശ്രമം നടത്തി അവിടെ ഗേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന ആ വഴി അവർ മുടക്കി. ആ വഴി മുടക്കിയിട്ട് എന്നിട്ടെങ്കിലും ഈ ഗേറ്റ് ഒന്നും ഇല്ലാതിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ് ഏതായാലും ഒരാൾ ഏറ്റെടുത്തതാണ്. അത് ഉണ്ടാക്കൽ നിർബന്ധവുമാണ്. ഗേറ്റ് അത്യാവശ്യവുമാണ്. വലിയൊരു സ്ഥാപന സമുച്ചയത്തിന് ഒരു ഗേറ്റ് ഇല്ല, അങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴി
അർഹമായ രീതിയിലില്ല എന്ന് പറയുന്നത് വളരെയധികം വിരോധാഭാസമാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ് എന്ന് സുന്നിയാടികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഉസ്താദിന് വിശേഷിച്ച്. അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം സ്ഥലം തരാമെന്ന് റോഡ് ഏറ്റ ആളുകൾ അത് പിൻവലിയുകയും അവരുടെ ഉള്ളിലൂടെ തിരിപ്പിച്ച് നമ്മുടെ നോളജ് സിറ്റിക്കും മറ്റുമൊക്കെ സ്റ്റേ കൊണ്ടുവന്ന ആളുകളും അദ്ദേഹത്തിന്റെ പിണയാടുകളൊക്കെ ഇവിടെ രാജ്യത്തെ വരസുന്ന സമയമാണല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നടത്തിപ്പിച്ച് ആ ഭൂമി അദ്ദേഹത്തിനെ കൊണ്ട് അനുവദിപ്പിക്കാത്ത രീതിയിലാക്കി ഗേറ്റ് ഇല്ലാതെയാക്കാനുള്ള ഭഗീര ശ്രമം അവർ നടത്തി. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടിയും ഒരു പരിഹാരം കണ്ടു. അങ്ങനെ അവസാനം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പഴയകാല കെട്ടിടമാകുന്ന സ്കൂള് പൊളിച്ച് ആ ഭാഗത്തിലൂടെയാണ് ഗേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞത്, അങ്ങോട്ട് വഴി കൊടുക്കുന്ന ഭാഗത്തിലൂടെയാണ് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സ്ഥാപിച്ചു. അങ്ങനെ അതിന്റെ പേരിൽ ആ സ്കൂൾ കെട്ടിടം പൊളിക്കേണ്ടി വന്നു. ഇതും ഒരു ദുരന്തമായ അനുഭവമാണ്. ഒരാൾ കെട്ടിടം തന്നെ അവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചേളാരി കമ്പനികൾ നമ്മുടെ എനർജിക്ക് ആവശ്യമാണ്. അവരെങ്ങാനും നമുക്കെതിരെ എന്തെങ്കിലും പറയാതെയോ പ്രവർത്തിക്കാതെയോ ഇരുന്നാൽ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ എനർജി വിനിയോഗിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത നമുക്ക് കൈവരണമെങ്കിൽ ഇത്തരം എതിരാളികൾ നമുക്ക് മുമ്പിൽ വട്ടമിട്ട് പറക്കുകയും നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെ തകർക്കാനും തളർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുമ്പോഴാണ് നമ്മുടെ ശക്തിയും മികവുമെല്ലാം ലോകത്ത് പുറത്തു വരുന്നത്. അതിനുള്ള ഒരു വിഭാഗമായി അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒരു സംവിധാനമാണ് ചേളാരി കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ശരി, അവർ നല്ല കാര്യങ്ങൾ മുഴുവൻ മുടക്കാൻ ശ്രമിച്ചുവെങ്കിലും നമുക്ക് അതുകൊണ്ടുണ്ടായത് പഴയ സ്ഥാപനം മാറ്റി പുതിയ സ്ഥാപനം കിട്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചേളാരികളെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് ചേളാരി കമ്പനിയിൽപ്പെട്ട ഏത് പണ്ഡിതന്മാരുടെയും ദീർഘായുസിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി വരിക. അതിനുവേണ്ടി ഒരു എനർജി നൽകുന്ന ഒരു കമ്പനി എന്ന നിലക്ക് നിങ്ങൾ എപ്പോഴും അവിടെ നിലനിൽക്കണം. അത് ഞങ്ങളുടേതായ ഒരു പുരോഗതിയുടെയും അത്യാവശ്യ ഘടകമാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നോളജ് സിറ്റിക്ക് വേണ്ടി സ്റ്റേ കൊടുത്ത ആൾക്ക് പോലും ഞങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയ വിശാലമായ മനസ്കരയുള്ളവരാണ് ഞങ്ങൾ. അപ്പൊ ഇതൊക്കെ വെറുതെ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കരുത്. ദീനിനു വേണ്ടി സേവനം ചെയ്യുമ്പോൾ അള്ളാഹു ഒരു വഴി നിങ്ങൾ മുടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറ്റൊരു വഴി തുറന്നു തരും. അത് വിശ്വാസികളോട് മുമ്പ് തന്നെ അള്ളാഹു ഖുർആനിലൂടെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ അള്ളാഹു ഇനിയും നിലനിർത്തി അവരുടെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമാക്കുവാനും മറ്റും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു കാണുന്നുണ്ട്. അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് ചേളാരി കമ്പനികൾ സൂക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടല്ല നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള പ്രതിഫലം എങ്ങനെയാണോ ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് ഉണ്ടാകും എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. എന്ത് പ്രവർത്തിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹദ്റത്തിലേക്ക് മടങ്ങാനുള്ളവരാണ് നമ്മൾ എല്ലാം എന്ന ആ ഒരു ശൈലി നമുക്കുണ്ടാവണം. നിങ്ങൾ എല്ലാ കാലവും ഒരു വ്യക്തിയെയും ആ പ്രസ്ഥാനത്തെയും വട്ടമിട്ട് പറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുവാനും പൊതുജനമധ്യത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അപഹാസ്യനാക്കി അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും മുടക്കി മൂലക്കിരുത്താനുമെല്ലാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അതൊന്നും അനുവദിക്കപ്പെടുകയില്ല. സുന്നി കുട്ടികൾ ഉണർന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങളുടെ കുത്സിതമായ ഏത് ശ്രമങ്ങളെതിരെയും ആ ശ്രമങ്ങൾക്കെതിരെയെല്ലാം ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ പിന്നണി ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്ന വസ്തുത ഈ ലോകത്തുള്ള ചേളാരിയും കൂട്ടു കമ്പനികളും അവരുടെ പാദസേവകരുമെല്ലാം മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് നിങ്ങൾ ഒരു വഴി മുടക്കിയാൽ അതിനേക്കാളും പുരോഗതിയുള്ള ഒരു വഴി ഞങ്ങൾക്ക് അള്ളാഹു തുറന്നു തരും. നിങ്ങളൊരു സ്ഥാപനം പൊളിക്കുവാൻ കാരണമാണെങ്കിൽ അതിനേക്കാൾ 10 ഡബിൾ പുരോഗതിയുള്ള ഒരു സ്ഥാപനം മുടക്കുവാൻ വേണ്ടി സ്ഥാപനം സ്ഥാപിക്കുവാൻ 10 രൂപ പോലും അല്ലെങ്കിൽ 100 രൂപ പോലും സ്വന്തം കൊണ്ടുള്ള പണ്ഡിതന്മാരോ മറ്റോ ഇല്ല എന്ന് വിലയിരുത്തപ്പെട്ട് അല്ലെങ്കിൽ കഴിവുമെന്നും അറിയിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു സുപ്രഭാതത്തിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു 1 കോടി കൊണ്ട് സുന്നി കൈരളിക്ക് ഒരു സ്ഥാപന സമുച്ചയമെന്ന്. അന്ന് എല്ലാവരും അത് പുച്ഛിച്ചു തള്ളി. ഈ പണ്ഡിതന്മാർക്ക് എവിടെ നിന്ന് 1 കോടി ഒപ്പിക്കാനാണ്, അതൊക്കെ വെറും സങ്കല്പമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവഗണിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പത്രക്കാരും എല്ലാ ബുദ്ധിജീവികളെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഭൗതികന്മാരായ ആളുകളൊക്കെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാന്തിക ശക്തിയുള്ള കാന്തവലയ എല്ലാവിധ ചാരുതയുമുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ
അതേ സ്വഭാവത്തിലും അതേ ശൈലിയിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുമാണ് എന്നുള്ള ആ വസ്തുത വിലയിരുത്തുന്നതിൽ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ പേച്ചുപോയി. അതുകൊണ്ട് തന്നെ അന്ന് 1 കോടിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് അചിന്ത്യമായി ഈ രാജ്യത്തുള്ള ജനങ്ങൾ വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥാപനത്തിലേക്ക് കടക്കുന്ന ഗേറ്റിന് 1 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. അതിൽ 3 ലക്ഷം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 കോടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാപനത്തിലേക്കുള്ള ഗേറ്റ് പോലും 1 കോടിക്ക് ഉണ്ടാക്കേണ്ട ഒരു അഭൂതപൂർവമായ വളർച്ചയാണ് ഈ സ്ഥാപനത്തിന് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഗേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും നടന്നു. പലപ്പോഴും യതീം കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പണമെടുത്തുകൊണ്ട് വലിയ ഗേറ്റുകൾ ഉണ്ടാക്കുകയാണോ, കോടിയുടെ ഗേറ്റ് ഉണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ യതീം കുട്ടികൾക്ക് പിരിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഇങ്ങനെയുള്ള ദൂർത്തടിക്കുകയാണോ, അതുപോലെ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുകയാണോ, ഇതൊക്കെ ദൂർത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണ്ഡിതനെയും ആ പണ്ഡിത സമൂഹത്തെയും ആ പണ്ഡിത സഭയെയും തേജോവധം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാവിധ കൂട്ടുകക്ഷികളും കൂടി ശക്തമായ ശ്രമങ്ങൾ നടത്തിയ ഒരു സാഹചര്യം നമുക്കറിയാം. എന്നാൽ ഇത് സുതാര്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. മർക്കസിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് യൂസുഫ് അലി സാഹിബ് ഏറ്റെടുത്തി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ് മർക്കസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്. എന്നിട്ട് പോലും ആ 1 കോടി രൂപ ഒരു പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഒരാളെ ഏൽപ്പിച്ച പദ്ധതിന് അതിനേക്കാളും എത്രമാത്രം പുരോഗതിയുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും ആ പദ്ധതിക്ക് തന്നെ ചെലവാക്കണം. നമ്മൾ എന്തിനെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ അത് ചെലവാക്കണം. അതായത് ഇപ്പോൾ ഒരാൾക്ക് സംഭാവനയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കണം. അത് അതിനേക്കാളും വലിയതായിട്ടൊരു പള്ളിപ്പണി അവിടെ നടക്കുന്നുണ്ട്, ആ പള്ളിക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ പറ്റില്ല. കാരണം ശറഈന് ഓരോന്നിനും ഓരോ വീക്ഷണമുണ്ട്. ഏതായാലും ചർച്ചയാക്കേണ്ട കാര്യമായിരുന്നില്ല അത്. എങ്കിലും ചേളാരി കമ്പനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിടെ സൃഷ്ടിച്ചു വിട്ടത് കൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കാൻ അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവരതും ചർച്ചയാക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സമൂഹത്തിന്റെ സമയവും അവരുടെ ശബ്ദവും അവരുടെ മലക്കുകൾക്ക് ജോലിയും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേണ്ടാത്ത ചർച്ചകളിലേക്ക് അതും കൊണ്ടുപോയി ഒരാൾ ഏറ്റെടുത്ത പരിപാടി നടപ്പിലാക്കുന്നതിനെതിരെയുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ, നമുക്ക് വളരെയധികം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും അവസരം നൽകിയ ഒരു സുദിനമായിരുന്നു 2017 ജനുവരി 30 അഥവാ ലോകോത്തര വിജ്ഞാന മഹോത്സവത്തിന്റെ സുന്ദര നഗരമായ മർക്കസുസ് സഖാഫത്തി സുന്നിയ എന്ന മഹൽ സ്ഥാപനത്തിന്റെ അങ്ങോട്ട് കടക്കാനുള്ള പ്രവേശന കവാടത്തിന്റെ ഒരു സമുദ്ഘാടന ദിവസമായിരുന്നു ആ സുദിനത്തിൽ. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആ മർക്കസിന്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ഗേറ്റിന് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട AP ഉസ്താദുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഏത് ലളിത കാര്യങ്ങളുമാണെങ്കിൽ പോലും അത് ലോകത്തിന് മുമ്പിൽ വലിയ വലിയ ചർച്ചയും പ്രശ്നങ്ങളുമായി വരികയാണ്. ഇത് തന്നെയാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ മഹത്തായ പ്രകടനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അത്. ഒരു സ്ഥാപനത്തിന് ഒരു ഗേറ്റ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു മഹത്തായ ഒരു സംവിധാനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ സാഗരമാണ് എങ്കിൽ, അതിന്റെ പട്ടണമാണ് എങ്കിൽ, ആ പട്ടണത്തിലേക്ക് ചെന്നെത്താനുള്ള ഗേറ്റാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്ന്. അപ്പോൾ വിജ്ഞാനവും ആ വിജ്ഞാനത്തിലേക്കുള്ള ഗേറ്റിനുമെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മർക്കസു സഖാഫത്തി സുന്നിയയുടെ രൂപീകരണത്തിന് മുമ്പുള്ള ചരിത്ര പശ്ചാത്തലത്തെയാണ്. നമ്മുടെ രാജ്യത്ത് താമസിച്ചിരുന്ന എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരെ കൊണ്ടും അതുപോലെ ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടും മാത്രമേ രാജ്യത്തെ എന്തെങ്കിലും പരിവർത്തനാത്മകമായ മാറ്റങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ മരവിപ്പിച്ചിരുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഈ സമൂഹത്തിന്റെ
സമുജ്ജലമായ ജീവാത്മാവായിട്ട് രംഗത്ത് വന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഏകദേശം 40 വർഷത്തിന്റെ മുമ്പ് 35 വർഷത്തിന്റെ മുമ്പായിക്കൊണ്ട് അവർ തീരുമാനമെടുക്കുകയാണ് 1 കോടിക്ക് സുന്നി കൈരളിക്ക് വലിയ ഒരു സ്ഥാപന സമുച്ചയം എന്നുള്ളത്. 1 കോടി എന്ന് പറയുന്നത് അന്നത്തെ ചർച്ചയിൽ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ അന്നത്തെ റേറ്റിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പരസ്യം വന്നപ്പോൾ തന്നിരുന്നൊരു വഴി, ആ വഴിയിലൂടെ ആ ഗേറ്റ് അനുവദിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനം പൊളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലും ഈ ചേളാരി കമ്പനിയുടെ കുത്തിത്തിരിപ്പുകാരായ ആളുകൾ അനുവദിച്ചില്ല. ആ ഭൂമി തന്ന ആളെ കൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ഫുൾ ടൗസർ കൊടുന്നുകൊണ്ട് നിരത്തിയെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും ശരി, അങ്ങനെയുള്ള ഒരു ശ്രമം അവർ നടത്തി ഈ പരിപാടി അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ച് അവർ വിശ്രമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മാർഗമില്ലാത്തത് കൊണ്ട് പഴയ സ്ഥാപനമാകുന്ന സ്കൂൾ പൊളിക്കേണ്ടി വന്നു. അങ്ങനെ പൊളിച്ചിട്ടാണ് അവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിച്ചുവെങ്കിൽ ആ സ്കൂള് പൊളിച്ചിട്ടാണ് ഈ ഗേറ്റ് സ്ഥാപിച്ചത് എന്ന് ബഹുമാനപ്പെട്ട MA യൂസുഫ് അലിയോട് പറഞ്ഞ സമയത്ത് തന്നെ അതിനും കാരണക്കാരൻ ഞാനായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ പൊളിച്ച സ്കൂള് എല്ലാ പ്രൗഢിയോടെയും കൂടെ 1.5 കോടി രൂപയ്ക്ക് പുനഃസ്ഥാപിക്കാനുള്ള ചെലവും ഞാൻ വഹിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഏറ്റെടുത്ത പ്രഖ്യാപനം നടത്തി ആ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് എന്ന വസ്തു. സഹോദരന്മാരെ, പിന്നെ എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു വിദ്വാൻ ഇപ്പോൾ ആ ഗേറ്റിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്, അതിന്റെ മതിലുള്ളത് കിതാബിന്റെ രൂപത്തിൽ ആകൃതിയിലുള്ളതാണ്. അപ്പൊ അതിന്റെ മേൽ വെക്കൽ അദബുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫത്വ ഇറക്കിയിട്ടുണ്ട്. കുറെ കുരുവട്ടേരി ഫത്വകളൊക്കെ ഇറക്കി ജനമനസ്സുകളുടെ വൈരുദ്ധ്യം, സ്വന്തം വാദങ്ങൾക്ക് സ്വന്തം തന്നെ മറുപടി പറഞ്ഞ് പരിഹാസ്യനായി എളിഭ്യനായി അവസാനം മാളത്തിലൊളിച്ച് പിന്നീട് ഇറങ്ങി വന്ന് സ്വന്തം മേൽവിലാസത്തിൽ നിന്ന് പ്രശമിക്കുന്ന ഒരു വിദ്വാൻ ഇങ്ങനെ വലിയ വലിയ ആശയങ്ങളൊക്കെയാണ് ഇപ്പോൾ പണ്ഡിത സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഉസ്താദിനെയാണ് പഠിപ്പിക്കുന്നത്, സുലൈമാൻ ഉസ്താദിനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെയുള്ള മറ്റ് പണ്ഡിതന്മാരെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. കിതാബിന്റെ മോഡൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ പറ്റില്ല എന്നതിനെക്കുറിച്ചൊക്കെ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. കിതാബിന്റെ മോഡൽ മാത്രമാണോ അത്? ഒരു വിജ്ഞാന ഓരോന്നിനും ഓരോ മുഖദ്ദിമ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. കിതാബിന്റെ തുടക്കത്തിൽ ആ കിതാബിൽ പറയുന്ന ആശയത്തിനോടനുബന്ധമായി ഒരു ആമുഖം പറയുക എന്നുള്ളത്, ആ കിതാബിൽ എന്താണോ പറയുന്നത് ആ വിഷയങ്ങളോട് യോജിച്ച രീതിയിൽ ഒരു ആമുഖത്തിൽ അതിനെക്കുറിച്ചൊരു സൂചന, ബറാഅത്തുൽ ഇസ്തിഹ്ലാലി എന്ന് പറയും അതിനൊക്കെ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു വിജ്ഞാന ശാഖരത്തിലേക്ക് കടക്കുന്ന ഗേറ്റിന് ആ സ്ഥാപനത്തിലുണ്ടാകുന്ന വിജ്ഞാനത്തിന്റെ ഒരു പ്രതീകത്തിന്റെ ഒരു ചിഹ്നം ഗേറ്റിന് വെച്ചത് അപവാദമായി പ്രചരിപ്പിക്കുന്ന ഇവന്മാർ ദീനിൽ തെളിവ് കൊണ്ടുവരട്ടെ, ഇങ്ങനെ ചെയ്യലൊക്കെ അദബുകേടാണ് അല്ലെങ്കിൽ ശറഈന് വിരുദ്ധമാണ് എന്നുള്ളത്. പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മേൽവിലാസത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഇത്തരം വിവരം കെട്ട വിവരദോഷികളുടെ എല്ലാ ജൽപ്പനങ്ങളും സുന്നി ലോകം അവഗണിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ഇവിടെ ചേളാരി കമ്പനികൾ നമുക്ക് എതിരായിക്കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ആ സ്കൂളിന്റെ പഴയ